നമ്മൾ ഫ്ലെക്സ് കൊണ്ട് ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു 4-5 ഫ്രിഡ്ജ് ബോക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് മാറ്റാനുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് മാറ്റുന്ന സമയത്ത് ഇതിനകത്ത് മീനുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നാടൻ ചെമ്മീൻ നമ്മൾ മുമ്പ് തോട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ. അപ്പോൾ ആ ടാങ്ക് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളതെന്ന് പ്രധാനമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം നാടൻ ചെമ്മീൻ ഫുഡ് എടുക്കുന്നത് കാണാൻ നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ അതിന് എത്രത്തോളം ഷ്രിമ്പിന് നമുക്ക് ഇന്ന് കിട്ടുമെന്നും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സെറ്റാക്കി ഇടണം. അടുത്ത ദിവസം നമുക്ക് കല്ലുകൊണ്ടുള്ള സ്ട്രക്ചർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഷീറ്റ് ഇറക്കിയിട്ട് അങ്ങനെ കുറേ കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടികളൊക്കെ കഴിക്കാണ്ട്. കാരണം നമുക്ക് ബൾക്ക് മിക്സഡ് ഗപ്പീസ് ഒന്ന് സെറ്റ് ചെയ്യാനും നമുക്ക് ഈ കോഴിക്കാർപ്പിൻ്റെ കൂടെ മിക്സഡ് ഗപ്പീസും ഒരുമിച്ച് ഇടാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ ഏരിയയിലെ ടാങ്കുകളിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് കണ്ടില്ല, ഇതിൽ അസോളയാണ് ഉള്ളത്. അപ്പോൾ ഇതിലെ കാര്യമായിട്ട് മീനൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് അസോളൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ വൈറ്റ് എക്സിഡാണ് ഇതിനകത്തുള്ളത്. നമുക്ക് അസോള മാറ്റി കഴിഞ്ഞാൽ ഓരോന്ന് നോക്കാം. ഇതിനകത്ത് ഏതൊരു വെറൈറ്റി ഗപ്പി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിനെ കാണുന്നില്ല കേട്ടോ. അസോള മൊത്തം ഫില്ലായ കാരണമാണോ എന്നറിയില്ല, ഡെഡായതാണോ എന്താ അറിയില്ല. അതുപോലെ തന്നെ ഈ വെള്ളം കണ്ടില്ലേ, നല്ല ആൽഗെ ഫോം ചെയ്തിട്ട് സെറ്റായി കിടക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കിടക്കുന്ന വലൊക്കെ കുറേ കാലം ഈ ടാങ്കൊന്നും വലിയ മെയിൻ്റ് ഇല്ലാതെ അങ്ങനെ കിടക്കുന്നതാണ്, അധികം കെയറിങ് ഇല്ലാതെ. ഇതിൽ കണ്ടില്ല നമ്മളെ ബലൂൺ പ്ലാറ്റിയാണ് ഇതിനകത്തുള്ളത്, കണ്ടില്ലേ, ഇതിനകത്ത് ബലൂൺ പ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ബലൂൺ പ്ലാറ്റ് ചെയ്യുന്ന വേറൊരു ടാങ്ക് ഉണ്ട്, അങ്ങോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതും ഈ ടാങ്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഷ്രിമ്പ് കിടക്കുന്ന ടാങ്കാണിത്. ഈ ടാങ്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം വെച്ചാൽ നല്ല രീതിയിൽ പ്ലാന്റ്സ് സെറ്റാട്ടോ. സോള നമ്മളിപ്പോൾ അടുത്ത് സെറ്റാക്കി കൊടുത്താണ്. ഇതിൽ കണ്ടില്ല, ഇതിൻ്റെ അടിത്തട്ടി കണ്ടില്ലേ, ഇവിടെ തുറന്നേക്കാൻ കണ്ടില്ല, അടിയിൽ ഷ്രിമ്പ് എടുക്കാതെ പോകുന്നുണ്ട്. നല്ല എഗ്ഗ് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്, വയറ് കണ്ടിട്ട്. ഇത് ശരിക്കൊരു നാച്ചുറലായിട്ടുള്ള സെറ്റപ്പിൽ ഫോക്സ് സ്റ്റൈലൊക്കെ ശരിക്കും സെറ്റായിട്ട് തന്നെയുള്ള ഒരു ടാങ്കാണിത്. മാഷാ അല്ലാ, അതിൻ്റെ അടിക്ക് ഇവിടെ നമ്മൾ മാറ്റി നോക്കുന്ന സമയത്ത് ഇവിടെ ഒക്കെ ഷ്രിമ്പിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കാര്യമായിട്ട് ഇത് പോണത് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ വേണ്ടിയില്ല, രണ്ടാൾ നിൽക്കണം. അങ്ങനെ ഷ്രിമ്പ് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. പിന്നെ യെല്ലോ ടെക്സ്ഡ് പറഞ്ഞ ഗപ്പിയാണ് ഈ പോണത്. അപ്പോൾ ഇതിൽ യെല്ലോ ടെക്സ്ഡ് 2-3 ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുളത്തിലെ ആശാൻ ഇവിടെ ഉണ്ട്. പോയി തവളയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഓരോ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഈ അസോള ഉണ്ടല്ലോ, അസോള നല്ലൊരു ഫീഡാട്ടോ. നമ്മൾ തിലാപ്പിയക്കും ബാക്കിയുള്ള അങ്ങനത്തെ മീനുകൾക്കാണെങ്കിലും കോഴികൾക്കാണെങ്കിലൊക്കെ അസോള നന്നായിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അസോള നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡിൻ്റെ കോസ്റ്റ് കുറക്കാനും നമുക്ക് കഴിയും. നല്ല ഏരിയയിൽ വൈഡായിട്ടൊക്കെ അസോള ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് നമ്മളും. അപ്പോൾ ഈ നിലവിലിപ്പോൾ ഉള്ള അസോള നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പോവാണ്. ഈ ടാങ്ക് നമ്മളിവിടുന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അസോളയുടെ വിത്ത് നമ്മൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അതെടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ പോയത് തന്നെ. പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണ്ടി വരും. അപ്പോൾ മൊയ്ന പോലെ തന്നെയാണ് ഈ സംഭവം. നമുക്ക് സ്റ്റാർട്ടറായിട്ട് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവമാണ്. പിന്നെ ആവശ്യത്തിന് കോരി കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ഈ അസോളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ടാങ്കിൽ നിന്നായിട്ട് മാറ്റിയെടുക്കാം. ഈ സൈഡിൽ നിന്ന് 5 ഒരു ടാങ്ക്, ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ മീനൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് പൊട്ടാസ്യം കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ 5 ടാങ്കും ക്ലീൻ ചെയ്യാനുണ്ട്. ആദ്യം മീനൊക്കെ മാറ്റിയതിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് എക്സിഡോടെ ടാങ്കിൽ നിന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്, അസോള കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അസോള അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നമുക്കിവിടെ അസോള കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല രീതിയിൽ അസോളനുണ്ട്. അപ്പോൾ ഈ അസോള നഷ്ടപ്പെടാത്ത രീതിയിൽ വേറെ സ്ഥലത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ കേബേജ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഷ്രിമ്പിൻ്റെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷ്രിമ്പിൻ്റെ ടാങ്കിലാണെങ്കിലും അസോളയും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഫോക്സ് ടെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ, അൽഹംദുലില്ലാഹ് നല്ല തിക്കായിട്ട് തന്നെ ഫോക്സ് ടെയിൽ നല്ല ഊർജ്ജത്തോട് കൂടിയിട്ട് ഇവിടെ വളരുന്നത് കാണാം. നമ്മൾ അടി മുതൽ നമ്മൾ ഇതെടുക്കാൻ പറ്റുള്ളൂ, പേടിപ്പിക്കണം. ഒരു തവള ഉണ്ട് ടൈൽ കണ്ടില്ലേ, ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റാണത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് കംപ്ലീറ്റ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് തൽക്കാലം നമുക്ക് വേറെ ടാങ്കിലേക്ക് ഇതൊക്കെ റീസെറ്റ് ചെയ്യാനുണ്ട്. കാരണം ഷ്രിമ്പാണ്, ഷ്രിമ്പിന് മെയിനായിട്ട് ഇതുപോലെ പിടിച്ച് പറ്റി നിൽക്കാൻ എന്തെങ്കിലും സംവിധാനമൊക്കെ വേണം. കണ്ടില്ലേ, ഫോക്സ് ടെയിൽ പ്ലാന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്.
പിന്നെ ഇതിൽ നമ്മൾ മുകളിൽ വലയിട്ട് കൊടുക്കാത്ത കാരണം തന്നെ ഒരുപാട് ഇലകളും മറ്റുമൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് എത്രത്തോളം ഷ്രിമ്പിനെ കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഇതിൻ്റെ അടിയിലെ അഴുക്ക് കണ്ടില്ലേ, എത്രത്തോളം ഇതിൻ്റെ അടിയിൽ അഴുക്കുണ്ട്. നമ്മൾ കൈയിട്ട് ഇളക്കിയപ്പോഴാണ് ഇത് വന്നത് കേട്ടോ, പുറത്തേക്ക് വന്നത്. ഇതിലാണെങ്കിലെ ഇലകളും മറ്റും മുകളിൽ നിന്ന് വീണിട്ട് കണ്ടില്ലേ നല്ലതായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. തവള കണ്ടില്ലേ, പാഹനെ പിടിക്കാനാണ് പണി. ചാട് 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 പൊക്കി പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് മാറ്റാനുണ്ട്, ഈ കച്ചറൊക്കെ ഒന്ന് വലിച്ചൊഴിവാക്കാനുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഷ്രിമ്പിനെ നമുക്ക് എന്ത് ചെയ്യാം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നാടൻ ചെമ്മീനാക്കിയിട്ടുള്ള ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഗപ്പി വളർത്താനും വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഷ്രിമ്പിനെ ഇട്ട് നോക്കിയുള്ള ഒരു പരീക്ഷണമായിരുന്നു. അൽഹംദുലില്ലാഹ് തെറ്റില്ലാത്ത രീതിയിലുള്ള റിസൾട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ പല തവണ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലേ നല്ല ചാടുന്ന കണ്ടില്ലേ, പിടിക്കാൻ നോക്കുമ്പോൾ ഇതിനകത്തുണ്ട് കേട്ടോ, നല്ലുണ്ട്. വലിയ ചെമ്മീനടക്കം ചാടുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഈ അരുവിൻ്റെ സൈഡിൽ ഇങ്ങനെ നടക്കുന്ന കാണാം, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ നടക്കുന്ന കാണാം. അത് ഇവിടെ തന്നെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് എങ്ങനെയായാലും ഇവിടെ ഒരു യെല്ലോ ടെക്സിഡോൻ്റെ ഒരാൾ മാത്രം ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ പിടിച്ച് മിക്സറിലേക്ക് ഇടണമെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഷ്രിമ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ട് എടുത്ത് നോക്കാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇത് കരയിലാണെങ്കിലും കുറച്ച് നേരമൊക്കെ കിടക്കും കേട്ടോ. എത്ര നേരം കിടക്കുന്നില്ല നമുക്ക് കറക്റ്റായിട്ടല്ല. കരയിലാണെങ്കിലും ഇത് കുറച്ച് നേരം, അങ്ങനെ കൂടുതൽ സമയമൊന്നും ഇത് കരയിൽ കിടക്കില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ചാടും കേട്ടോ. ഉണ്ടല്ലേ, ചാടുന്ന കണ്ടില്ലേ. ഇപ്പോൾ കരയിലാണെങ്കിൽ ഇത് അത്യാവശ്യം കിടക്കുന്നുണ്ട്. ഇപ്പോൾ കരയിലിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നടന്നു പോകും. ഇനി വേണമെങ്കിൽ ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് തന്നെ ഒരു സൈഡിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. അങ്ങനെ നടന്നു പോവും. കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ക്വാണ്ടിറ്റി ആണെന്നല്ല പറഞ്ഞ്, ചെറിയ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു സംഭവമെങ്കിൽ അതിനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെമ്മീനെ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ മീനിനെ ആക്കാനും മറ്റു കാര്യത്തിനൊക്കെ ഉപയോഗിക്കാനും ടാങ്കുകൾ. ഈ ഏരിയയിൽ നിന്ന് ഈ 2 ഫ്രിഡ്ജ് ബോക്സും കൂടി നമ്മൾ കഴുകി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത ദിവസം തന്നെ നമുക്ക് കുളത്തിനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 2 കുളമായിട്ട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയിൽ. അപ്പോൾ ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്രിഡ്ജ് ബോക്സ് കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. സംഭവം MC-ലൊട്ടിച്ച അടയാളമാണ് കാണുന്നത്. അപ്പോൾ സിംഗിൾ ഡോറാണെങ്കിൽ അത്രയും അതാണ് നല്ലത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് യൂസ് ചെയ്യാനാണെങ്കിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വൃത്തിയാക്കിയ ഫ്രിഡ്ജ് ബോക്സൊക്കെ നമുക്ക് ഇവിടെ ഈ ഗ്യാപ്പിൽ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒന്നും ഇരിക്കണില്ലേ, ഈ ഷെൽഫിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇവിടെ ഒരു ടാങ്ക് വെച്ചില്ലേ, അതുപോലെ നമുക്ക് നിരത്തിയിട്ട് ബാക്കിയുള്ള ഗ്യാപ്പിൽ ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയത് വെക്കാനുണ്ട്. എന്തൊരു ഭംഗിയാണല്ലേ ഇപ്പോൾ ഈ ഒരു ഏരിയ കാണാൻ. നല്ല സെറ്റായിട്ട് ഗപ്പി ട്രയാങ്കിൾ ഇരിക്കുന്ന, താഴെ ഫ്രിഡ്ജ് ബോക്സ് ഇരിക്കുന്ന സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള അടിവശത്തായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുള്ള ടാങ്കുകൾ, ഫ്രിഡ്ജ് ബോക്സുകൾ അടിവശത്തായിട്ട് താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ജെറ്റ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതുള്ളത്. ജെറ്റ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങോട്ട് വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുക ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇപ്പുറത്ത് ഉള്ള ടാങ്കുകളാണെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പുതിയ ടാങ്കുകളാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വെറൈറ്റീനെ നമുക്ക് ഇതിലേക്കൊക്കെ മാറ്റാനുണ്ട്. ഈ ഗപ്പി ട്രൈകളിലൊക്കെ അത്യാവശ്യം 1 മാസം ഒക്കെ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, അത്യാവശ്യം സൈസ് ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിനുള്ളത് ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റി കൊടുത്താലേ പെട്ടെന്നുള്ള വളർച്ചയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാങ്കുകളൊക്കെ വരുന്ന ദിവസങ്ങൾ വെള്ളം നിറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗപ്പി ട്രൈന്ന് കുഞ്ഞുങ്ങളെ താഴേക്ക് ഇറക്കേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.